ഓക്കെ. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. 5 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. സെക്കൻഡ് വൺ, അക്കൗണ്ടബിലിറ്റി. തേർഡ് വൺ, ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഫോർത്ത് വൺ, സെൽഫ് ഇവാലുവേഷൻ. ഫിഫ്ത്ത് വൺ, ഇൻക്രീസിംഗ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ, അക്കൗണ്ടബിലിറ്റി, ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, സെൽഫ് ഇവാലുവേഷൻ, ഇൻക്രീസിംഗ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. One of the objectives of good corporate governance is to ensure a high degree of transparency in an organization by encouraging full disclosure of transactions in the company accounts. Full disclosure includes compliance with regulations and any information important to the shareholders. For example, if a manager has close connection with suppliers or has a vested interest in a contract, transparency involves disclosure of all forms of conflict of interest. എന്താണ് ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ നോക്കാം. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ടു എൻഷുർ ഹൈ ഡിഗ്രി ഓഫ് ട്രാൻസ്പെറൻസി ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഉയർന്ന സുതാര്യത ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ബൈ എൻകറേജിങ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ കമ്പനി അക്കൗണ്ട്. കമ്പനി അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ നടത്തുക. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ വെളിപ്പെടുത്തൽ. കമ്പനിയുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ പരിപൂർണമായ വെളിപ്പെടുത്തലിൽ കൂടെ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് ആൻഡ് എനി ഇൻഫർമേഷൻ ഇമ്പോർട്ടൻറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്, നിയമപ്രകാരം തന്നെ എനി ഇൻഫർമേഷൻ ഇമ്പോർട്ടൻറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും അവർക്ക് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ മാനേജർ ഹാസ് ക്ലോസ് കണക്ഷൻ വിത്ത് സപ്ലയേഴ്സ് ഓർ ഹാസ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ എ കോൺട്രാക്ട്. ഒരു മാനേജർക്ക് സപ്ലയേഴ്സുമായിട്ട് ക്ലോസ് കണക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ കോൺട്രാക്ട്. ട്രാൻസ്പെറൻസി ഇൻവോൾവ്സ് ഡിസ്ക്ലോഷർ ഓഫ് ആൾ ഫോംസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇൻട്രസ്റ്റിന് തടസ്സം നിൽക്കാത്ത എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോഷർ ഓഫ് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്ക്ലോഷർ ഓഫ് ആൾ ഫോംസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെയോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തടസ്സപ്പെടുത്താത്ത എല്ലാ ഇൻഫർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് സ്ഥാപനം ഒരു കാരണവശാലും കൺസീൽ ചെയ്യാൻ പാടില്ല, മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കാനോ പാടില്ല. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ ഷെയർ ഹോൾഡേഴ്സിനോട് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ട്രാൻസ്പെറൻസി ഇൻവോൾവ്സ് ഡിസ്ക്ലോഷർ ഓഫ് ആൾ ഫോംസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി. രണ്ടാമത്തത് അക്കൗണ്ടബിലിറ്റി. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് നോക്കാം. Corporate governance is to encourage accountability of the management to the company directors and the accountability of the directors to the shareholders. Through hiring independent directors, a company aims to create a good corporate governance. The compensation of the chief executive officer has to be approved by the company directors to ensure that the compensation structure is fair and best interest of shareholders. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇസ് ടു എൻകറേജ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ് ടു ദ കമ്പനി ഡയറക്ടേഴ്സ്. മാനേജ്മെൻറ്റിന് കമ്പനി ഡയറക്ടേഴ്സിനോടുള്ള ഉത്തരവാദിത്വം, അതുപോലെ തന്നെ കമ്പനി ഡയറക്ടേഴ്സിന് മാനേജ്മെൻറ്റിനോടുള്ള ഉത്തരവാദിത്വം എൻകറേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം വരുന്നുണ്ട്. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ ഡയറക്ടേഴ്സ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്.
അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള അക്കൗണ്ടബിലിറ്റിയും കോർപ്പറേറ്റ് ഗവേണൻസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിൽ കൂടെ അക്കൗണ്ടബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കണക്ക് പറയൽ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ എന്നർത്ഥം. അതായത് അവരോട് ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് മാറും. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ കമ്പനി ഡയറക്ടേഴ്സിനോടും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന് മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള കണക്ക് പറയലിൻ്റെ എൻകറേജ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ത്രൂ ഹയറിംഗ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എ കമ്പനി എയിംസ് ടു ക്രിയേറ്റ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നതിൽ കൂടെ കമ്പനി എയിം ചെയ്യുന്നത് നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ത്രൂ ഹയറിംഗ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ഹയറിംഗ് ചെയ്യുന്നതിൽ കൂടെ ഒരു കമ്പനി എയിം ചെയ്യുന്നത് ക്രിയേറ്റ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എയിം ചെയ്യുന്നത്. The compensation of the chief executive officer has to be approved by the company directors to ensure that the compensation structure is fair and best interest of shareholders. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒയുടെ കോമ്പൻസേഷൻ കമ്പനി അപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടു എൻഷുർ ദാറ്റ് ദ കോമ്പൻസേഷൻ സ്ട്രക്ചർ ഈസ് ഫെയർ ആൻഡ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൂർണ്ണമായ ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉൾക്കൊള്ളുന്നതും അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ സ്ട്രക്ചർ ആണെന്നുള്ളത് അപ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത്. കോമ്പൻസേഷൻ ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ അവരുടെ സാലറി എന്നുള്ളത് അപ്രൂവ് ചെയ്യുന്നത് കമ്പനി ഡയറക്ടേഴ്സാണ് അപ്രൂവ് ചെയ്യുന്നത്. ടു എൻഷുർ ദാറ്റ് ദ കോമ്പൻസേഷൻ സ്ട്രക്ചർ ഈസ് ഫെയർ ആൻഡ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. കോമ്പൻസേഷൻ സ്ട്രക്ചർ ഫെയർ ആണെന്നും ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻട്രസ്റ്റോട് കൂടിയാണെന്നും ഉറപ്പുവരുത്തണം. അതാണ് അക്കൗണ്ടബിലിറ്റി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഷുഡ് ആൾസോ എൻഷുർ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൾ ദ ഷെയർ ഹോൾഡേഴ്സ്. ഇൻ സം ഓർഗനൈസേഷൻസ് എ പാർട്ടിസിപ്പേറ്റ് ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റിമെയിൻ ആക്റ്റീവ് ഡ്യൂ ടു ദെയർ ഹയർ പൊസിഷൻ ആൻഡ് മേ ബി ബെറ്റർ ഏബിൾ ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. However, the structure of corporate governance must be designed to treat all shareholders equally. ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും തുല്യമായി ട്രീറ്റ് ചെയ്യുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഷുഡ് ആൾസോ എൻഷുർ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൾ ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും തുല്യമായി ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇൻ സം ഓർഗനൈസേഷൻസ്, ചില ഓർഗനൈസേഷനുകളിൽ എ പാർട്ടിസിപ്പേറ്റ് ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു പാർട്ടിസിപ്പേറ്റ് ഗ്രൂപ്പ്സ് റിമെയിൻസ് ആക്റ്റീവ് ഡ്യൂ ടു ദെയർ ഹയർ പൊസിഷൻസ് ആൻഡ് മേ ബി ബെറ്റർ ഏബിൾ ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ ഏബിളായി മാറുകയും ചെയ്യും. എ പാർട്ടിസിപ്പേറ്റ് ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഒരു പാർട്ടിസിപ്പേറ്റ് ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റിമെയിൻസ് ആക്റ്റീവ് ഡ്യൂ ടു ദെയർ ഹയർ പൊസിഷൻ ആൻഡ് മേ ബി ബെറ്റർ ഏബിൾ ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ അവർ കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യും. ഹവർ ദ സ്ട്രക്ചർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നത് ടു ട്രീറ്റ് ആൾ ഷെയർ ഹോൾഡേഴ്സ് ഈക്വലി, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാകേണ്ടത്. നാലാമത്തത് സെൽഫ് ഇവാലുവേഷൻ. കോർപ്പറേറ്റ് ഗവേണൻസ് അലൗസ് ഫേംസ് ടു ഇവാലുവേറ്റ് ദെയർ ബിഹേവിയർ ബിഫോർ ദേ ആർ സ്ക്രൂട്ടനൈസ്ഡ് ബൈ റെഗുലേറ്ററി ബോഡീസ്. ഫേംസ് വിത്ത് എ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം seldom face to regulatory risk and fines. An active and independent board can successfully point out the loopholes in the company operations and help solve issues internally. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഫേംസിനെ എന്തിനു വേണ്ടി അലൗ ചെയ്യുന്നുണ്ട്? ടു ഇവാലുവേറ്റ് ദെയർ ബിഹേവിയർ ബിഫോർ ദേ ആർ സ്ക്രൂട്ടനൈസ്ഡ് ബൈ റെഗുലേറ്ററി ബോഡീസ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് മുൻപ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഫേമിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഫേമിന് തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫേംസ് വിത്ത് എ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം, സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഒരു ഫേം സെൽഡം ഫേസ് ടു റെഗുലേറ്ററി റിസ്ക് ആൻഡ് ഫൈൻസ്, റെഗുലേറ്ററി റിസ്കിനെയും ഫൈനുകളെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻ ആക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബോർഡ് ക്യാൻ സക്സസ്ഫുള്ളി പോയിൻ്റ് ഔട്ട് ദ ലൂപ്പ് ഹോൾസ് ആൻഡ് ദ കമ്പനി ഓപ്പറേഷൻസ് ആൻഡ് ഹെൽപ്പ് സോൾവ് ഇഷ്യൂസ് ഇൻറ്റേർണലി. ആക്റ്റീവായിട്ടുള്ളതും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനി ഓപ്പറേഷൻസ് കൃത്യമായി നടപ്പിലാക്കാനും കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻറ്റേർണൽ പ്രോബ്ലംസിൻ്റെ
സോൾവ് ചെയ്യാനും അതിനുള്ള ലൂപ്പ് ഹോൾസുകൾ കണ്ടെത്താനും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫ് ഇവാലുവേഷൻ നടപ്പിലാക്കാൻ കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു ലക്ഷ്യമാണ്. സ്വയം ഇവാലുവേഷൻ നടപ്പിലാക്കാൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഫേമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് അലൗസ് ഫേംസ് ടു ഇവാലുവേറ്റ് ദെയർ ബിഹേവിയർ. അവരുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവരോടുള്ള താതാത്മ്യം, അതുപോലെ തന്നെ ബിഫോർ ദേ ആർ സ്ക്രൂട്ടനൈസ്ഡ് ബൈ റെഗുലേറ്ററി ബോഡീസ് അവരെ നിരീക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ സ്വയം നമുക്ക് നമ്മളെക്കുറിച്ചൊരു വിലയിരുത്താം. നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ കമ്പനിയെക്കുറിച്ച് വിലയിരുത്താനുള്ള ഒരു അവസരമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവർക്ക് റിസ്കിനെയോ ഫൈനുകളെയോ വഹിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം അവർക്ക് റെഗുലേറ്ററി ബോഡിയുടെ ഭാഗത്തു നിന്നുള്ള റിസ്കുകളെയോ ഫൈനുകളെയോ വഹിക്കേണ്ടതായിട്ട് വരും. ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒരു പരിധി വരെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടെത്താൻ കമ്പനികളെ സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനും കോർപ്പറേറ്റ് ഗവേണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണ് അഞ്ചാമത്തത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു പ്രൊട്ടക്ട് ദ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. മെനി സ്റ്റഡീസ് ഷോസ് ദാറ്റ് ഫേംസ് വിത്ത് സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ആർ seen to have higher valuation for their shares. This shows that good corporate governance is perceived by the market as an incentive for shareholders to invest in the company. അതായത് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈസ് ടു പ്രൊട്ടക്ട് ദ ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ദീർഘകാല താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. മെനി സ്റ്റഡീസ് ഷോസ് ദാറ്റ് ഫേംസ് വിത്ത് സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഫേമുകൾ സാധാരണഗതിയിൽ ഹയർ വാലുവേഷൻ ഫോർ ദെയർ സ്ട്രക്ചേഴ്സ് ആർ seen to have higher valuation for their ഷെയർസിന് ഉയർന്ന വാല്യുവേഷൻ ആയിരിക്കും. ദിസ് ഷോസ് ദാറ്റ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് പെർസീവ്ഡ് ബൈ ദ മാർക്കറ്റ് ആസ് എൻ ഇൻസെൻറ്റീവ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസെൻറ്റീവ് പോലെയാണ് നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത്. നല്ല രീതിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ഇൻസെൻറ്റീവ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഇൻസെൻറ്റീവായിട്ട് അത് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 5 തരത്തിലുള്ള ഒബ്ജക്റ്റീവാണ് കോർപ്പറേറ്റ് ഗവേണൻസിനുള്ളത്. ഒന്ന് ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ, രണ്ടാമത്തത് അക്കൗണ്ടബിലിറ്റി, മൂന്നാമത്തത് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, നാലാമത്തത് സെൽഫ് ഇവാലുവേഷൻ, അഞ്ചാമത്തത് ഇൻക്രീസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രാധാന്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് കോർപ്പറേറ്റ് സ്കാംസ്, 2 വൈഡ് സ്പ്രെഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, 3 ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ, 4 ടേക്ക് ഓവർ ആൻഡ് മെർജേഴ്സ്, 5 ഹ്യൂജ് ഇൻക്രീസ് ഇൻ മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ, 6 ഗ്രേറ്റർ എക്സ്പെക്ടേഷൻസ് ഓഫ് സൊസൈറ്റി, 7 ഗ്ലോബലൈസേഷൻ, 8 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, 9 സെബി ഗൈഡ് ലൈൻസ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. കോർപ്പറേറ്റ് സ്കാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കോർപ്പറേറ്റ് സ്കാംസ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രമക്കേടുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫ്രോഡുകൾ, കറപ്ഷൻ പ്രാക്ടീസസ് ഒക്കെ കോർപ്പറേറ്റ് സെക്ടറിൽ നിത്യസംഭവമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മിസ്യൂസ് ഓഫ് മണി, മിസ് അപ്രോപ്രിയേഷൻ ഓഫ് പബ്ലിക് മണി, പൊതുജനങ്ങളുടെ പണം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക, അതുപോലെ പണം മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകം മുഴുവൻ വേൾഡ് വൈഡായിട്ട് സംഭവിച്ചിരുന്ന ഒന്നാണ് കറപ്സി ആൻഡ് ഫ്രോഡ് ആക്ടിവിറ്റീസ്, സ്കാംസ്, ഇതുപോലുള്ള ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനീസ് ആൻഡ് ഈവൻ ഇൻ ഗവൺമെൻറ് ഓഫീസസ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ബാങ്കുകളിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായിക്കോട്ടെ, കമ്പനികളിലായിക്കോട്ടെ, ഗവൺമെൻറ് ഓഫീസുകളിലായിക്കോട്ടെ, എല്ലാ ദിക്കിലും നടക്കുന്ന ഒരു പൊതുവായ പ്രവർത്തനമാണ് ഈ കോർപ്പറേറ്റ് ഫ്രോഡുകൾ അല്ലെങ്കിൽ സ്കാംസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടർ നെവർ ഫോർഗെറ്റ് ദ നൊട്ടോറിയസ് ഹർഷാദ് മേത്ത സ്കാൻഡൽ, which is perhaps one biggest scandal. അതായത് ഇന്ത്യയിലെ ഏറ്റവും
ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്കാൻഡൽ എന്താണ്? ഹർഷാദ് മേത്ത സ്കാൻഡലാണ്, വിച്ച് ഈസ് പെർഹാപ്സ് വൺ ബിഗ്ഗസ്റ്റ് സ്കാൻഡൽ കണക്റ്റഡ് വിത്ത് കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിംഗ്. റീസെൻ്റ്ലി ഇൻ 15 ഡിഫറെൻറ്റ് കേസസ് collectively owe rupees 40,000 crores to banks and public institutions in India, including the scams of Vijay Mallya and Nirav Modi. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹർഷ മേത്ത സ്കാൻഡൽ പ്രകാരം ആദ്യം വന്നിട്ടുള്ള കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സ്കാൻഡലാണിത്. അപ്പോൾ ബിഗ്ഗസ്റ്റ് സ്കാൻഡൽ കണക്റ്റഡ് വിത്ത് കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിങ്സ്, കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിംഗായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്കാൻഡലായി കണക്കാക്കുന്നത് 1990 വന്നിട്ടുള്ള ലാർജ്ലി ട്രിഗേർഡ് ബൈ സ്കാംസ് ഇൻ ദ ഏർലി 1990s ഇസ് പർട്ടിക്കുലർലി ഹർഷാദ് മേത്ത സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഓഫ് 1992. 1992 വന്നിട്ടുള്ള ഹർഷ മേത്ത സ്കാമാണ്. അതുപോലെ തന്നെ വിജയ് മല്യ, അതുപോലെ തന്നെ നീരവ് മോഡി, ഇതുപോലുള്ള ആളുകളൊക്കെ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്കാമുകൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കളക്റ്റീവ്ലി 40,000 crores ടു ബാങ്ക്സ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 40,000 കോടിയോളം രൂപ ബാങ്കുകൾക്കും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും 15 ഡിഫറെൻറ്റ് കേസുകളിലായിട്ട് വരുത്തി വെച്ചിട്ടുള്ള കടങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്നാണ് ആദ്യത്തെ ഒരു പ്രാധാന്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് വൈഡ് സ്പ്രെഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. വൈഡ് സ്പ്രെഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടുഡേ company has a very large number of shareholders spread all over the world, and a majority of shareholders being unorganized and having no awareness towards corporate affairs. In general, shareholders are inactive in the management of their companies. They only attend in annual general meeting. Shareholders associations are not strong, therefore directors misuse their power for their own benefits. So there is a need for corporate governance to protect all the stakeholders of the company. അതായത് ഷെയർ ഹോൾഡേഴ്സ് പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിക്ക് ഉണ്ടാവും. ഡയറക്ടേഴ്സ് എന്ന പർട്ടിക്കുലർ നമ്പർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അസോസിയേഷൻ എന്നുള്ളത് കൂടുതൽ സ്ട്രോങ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രോങ് അല്ലാത്ത ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻസിനെ പലപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അവരെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വഞ്ചിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത്. മൂന്നാമത്തേത് ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ. ദ പാറ്റേൺ ഓഫ് കോർപ്പറേറ്റ് ഓണർഷിപ്പ് ഹാസ് ചേഞ്ച്ഡ് കൺസിഡറബിളി ഇൻ മോഡേൺ ടൈംസ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോത്ത് ഫോറിൻ ആസ് വെൽ ആസ് ഇന്ത്യൻ ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് becoming largest shareholders in the large corporate private sector. So they have effective control on management of the companies. They force the management to use corporate governance. That is, they put pressure on the management to become more efficient, transparent, accountable, etc. They also ask the management to make consumer-friendly policies to protect all social groups and to protect the environment. So the changing ownership structure has resulted in corporate governance. അതായത് കോർപ്പറേറ്റ് കൺസേൺസ് എന്നുള്ളത് പഴയ രീതിയിൽ നിന്നും ഇന്ന് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഫോറിൻ, ഇന്ത്യൻ, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് കോർപ്പറേറ്റ് സ്ട്രക്ചറിലുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ മാനേജ്മെൻറ്റിൻ്റെ മുകളിൽ എഫക്റ്റീവ് കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളത് ഈസി അല്ല. അതുകൊണ്ട് തന്നെ ദേ ഫോഴ്സ് ദ മാനേജ്മെൻറ്റ് ടു യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതുകൊണ്ട് തന്നെ അവർ മാനേജ്മെൻറ്റിനോട് നല്ല രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടും. ട്രാൻസ്പെറൻറ്റ്, എഫിഷ്യൻ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഓണർഷിപ്പ് സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സ് മാനേജ്മെൻറ്റിനോട് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ എന്നുള്ളത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർ ഫ്രണ്ട്ലി പോളിസികളും സോഷ്യൽ ഗ്രൂപ്പുകളെയും എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രാധാന്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഗ്രേറ്റർ എക്സ്പെക്റ്റേഷൻസ് ഓഫ് സൊസൈറ്റി ഓഫ് ദ കോർപ്പറേറ്റ് സെക്ടർ. Society of today have greater expectations on corporate sector in terms of reasonable price, better quality, pollution control, best utilization of resources, etc. To meet the social expectations, there is a need of corporate governance for the best management of company in electronic and social terms. അതായത് കോർപ്പറേറ്റ് സെക്ടറിൽ നിന്നും സൊസൈറ്റി ഇന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള വിലക്കയറ്റമില്ലാത്ത സാധനങ്ങൾ ലഭിക്കാനുള്ളൊരു അവസരം, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ലഭിക്കുക, പരിസര മലിനീകരണമില്ലാതെ അല്ലെങ്കിൽ പൊല്യൂഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് കമ്പനികൾ പ്രവർത്തിക്കണം, ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസുകളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉണ്ടാകണം. സോ ടു മീറ്റ് ദ സോഷ്യൽ എക്സ്പെക്റ്റേഷനുകളെ, ഇത്തരത്തിലുള്ള സാമൂഹിക
മര്യാദകളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ നീഡ് ഫോർ കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഫോർ ദ ബെസ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി ഇൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ടേം. സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യകത സൊസൈറ്റിയിൽ നിന്നും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ എക്സ്പെക്റ്റേഷനാണ് സൊസൈറ്റി കമ്പനികളെ സംബന്ധിച്ച് ഗ്രേറ്റർ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇന്ന് ഉണ്ടാവുന്നത്. ഈ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് കമ്പനികളുടെ ബാധ്യതയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അടുത്തത് ടേക്ക് ഓവർ ആൻഡ് മെർജേഴ്സ്. ടുഡേ ദർ ആർ മെനി ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ് ഇൻ ദ ബിസിനസ് വേൾഡ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് റിക്വയർഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ആൾ ദ പാർട്ടീസ് ഡ്യൂറിംഗ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മെർജേഴ്സ്. This establishes the need for corporate governance in the form of efficient code of conduct for corporate management. അതായത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിരവധി കമ്പനികൾ പരസ്പരം ഏറ്റെടുക്കലും അതുപോലെ തന്നെ മെർജ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ വോഡാഫോൺ ഐഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഏറ്റെടുത്തൊരു സംഭവമാണ് വോഡാഫോൺ ഐഡിയ. ഇപ്പോൾ VI ഗിഗാനെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. വോഡാഫോണും ഐഡിയ ഒരുമിച്ച് ചേർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടേക്ക് ഓവറുകളും മെർജറുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കോർപ്പറേറ്റ് വേൾഡുകളിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടേക്ക് ഓവർ മെർജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ പാർട്ടികളും അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ടേക്ക് ഓവർ മെർജർ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത കൂടും. അതുകൊണ്ട് തന്നെ നീഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് എഫിഷ്യൻറ്റ് കോഡ് ഓഫ് കണ്ടക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഹ്യൂജ് ഇൻക്രീസ് ഇൻ മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ അടുത്തതാണത്. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ബോത്ത് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് എക്കണോമീസ് ദാറ്റ് ദർ ഹാസ് ബീൻ എ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ ദ കോമ്പൻസേഷൻ പാക്കേജസ് ഓഫ് top level corporate executives. There is no justification for huge payments to top ranking managers out of corporate fund which are the property of shareholders and the society. This factor necessitates corporate governance to curtail the bad practices of top managements of companies. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജേഴ്സിനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഒക്കെ ഉയർന്ന സാലറി അല്ലെങ്കിൽ ഹൈ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സിന് ഗ്രേറ്റർ ഇൻക്രീസ് ഇൻ ദെയർ പാക്കേജസ്, അവരുടെ സാലറി പാക്കേജസിൽ ഉയർന്ന ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ ചില വ്യക്തികൾക്ക് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഹ്യൂജ് പേയ്മെൻറ്റ്, ഈ ഹ്യൂജ് പേയ്മെൻറ്റിന് യഥാർത്ഥത്തിലൊരു ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും അവിടെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല ടോപ്പ് റാങ്കിങ് മാനേജേഴ്സിന്. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് കോർപ്പറേറ്റ് ഫണ്ടിൽ നിന്നും ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ ദുരുപയോഗത്തിന് കാരണമായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബാഡ് പ്രാക്ടീസസ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ബാഡ് പ്രാക്ടീസസിനെ കർട്ടൈൽ ചെയ്യുകയും അവർക്ക് അനുസരിക്കുന്ന രീതിയിലുള്ള സാലറി പാക്കേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രാധാന്യമാണ്. അടുത്തത് ഗ്ലോബലൈസേഷൻ. Today, most big companies are selling their goods in the global market, so they have to attract foreign investor and foreign customers. They also have to follow foreign rules and regulations. More and more Indian companies are trying to get listed on international stock exchange to attract investors all over the world. This is possible only through good corporate governance. In fact, good corporate governance has now become a necessity in the corporate structure. There is no doubt that international capital market recognizes only companies well managed according to standard codes of corporate governance. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ല് ചെയ്യുക എന്നുള്ളത് ബിഗ് കമ്പനികളെ സംബന്ധിച്ചും ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ഫോറിൻ കസ്റ്റമേഴ്സിനെയും അട്രാക്ട് ചെയ്യൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചും അവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഓർഡിനറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ല ഫോറിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ലിസ്റ്റഡ് കമ്പനികൾ ഇൻ്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ആൾ ഓവർ ദ വേൾഡ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ മാർക്കറ്റിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോളോ ചെയ്യണം. നല്ല രീതിയിലുള്ള സാമൂഹിക മര്യാദയും കോർപ്പറേറ്റ് ഗവേണൻസും ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് ആൾ ഓവർ ദ വേൾഡിൽ കമ്പനിക്ക് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ടുഡേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഗിവൻ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. The board of directors has to protect the rights of customers, employees, shareholders, suppliers, local communities, etc. This is possible only if they use corporate governance.
സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനെ സംബന്ധിച്ച ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് സാമൂഹ്യ മര്യാദ അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള മര്യാദ എന്ന് പറയുന്നത്. CSR എന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റിന് എന്തുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ റൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യണം, എംപ്ലോയീസ് റൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, സപ്ലയേഴ്സിൻ്റെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ റൈറ്റിനെയും അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സാധ്യമാക്കണമെങ്കിൽ ദേ യൂസ് കോർപ്പറേറ്റ് ഗവേണൻസ് യൂസ് ചെയ്താൽ മാത്രമാണ് അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ലാസ്റ്റ് പറയുന്നത് സെബി ഗൈഡ് ലൈൻ. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1992 വന്നിട്ടുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഷെയറുകളുടെ സെല്ലിംഗ് ആൻഡ് ബൈയിങ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ സെബി ഹാസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി ഫോർ സർട്ടൻ കമ്പനീസ്. ചില കമ്പനികൾക്ക് നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ് സെബി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഡൺ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെയും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെബി ഇത്തരത്തിലുള്ളൊരു സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്കാം എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടുള്ളത് 1990 കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള മേജർ കോർപ്പറേറ്റ് ഗവേണൻസ്. ഇന്ത്യയിലെ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഇന്ത്യയിൽ വന്നത് ഫ്രെയിമിംഗ് റൂൾ വന്നിരിക്കുന്നത് ലാർജ്ലി ട്രിഗേർഡ് ബൈ സ്കാംസ് ഇൻ ദ ഏർലി 1990s ആണ്. 1990 വന്നിട്ടുള്ള ലാർജ്ലി ട്രിഗേർഡ് സ്കാം ആയിട്ടുള്ള ഹർഷ മേത്ത സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം. 1992 ഹർഷ മേത്ത സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന സ്കാമായിട്ട് കണക്കാക്കുന്നത്. ദീസ് കൺസേൺസ് അബൌട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ഹാസ് അറൈസൺ ഫ്രം ദ കോർപ്പറേറ്റ് സ്കാൻഡൽസ് ആൻഡ് കൺവേർട്ടിംഗ് ദ കോർപ്പറേറ്റ് സെക്ടർ ടു ഫോഴ്സസ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഗാവ് റൈസ് ടു സെവറൽ ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു വേസ് ടു ഫിക്സ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് സിറ്റുവേഷൻ ടു ഇന്ത്യ. ഈ ഹർഷ മേത്ത സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമിന് ശേഷമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്, ഹർഷ മേത്ത കോർപ്പറേറ്റ് ഗവേണൻസ് സ്കാമിന് ശേഷമാണ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നൊരാശയം വേണം എന്നുള്ളൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ബജാജ് എന്നുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കോഡിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഡെവലപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത രാഹുൽ ബജാജ് എന്നുള്ള കമ്മിറ്റിയാണ്. വൺ ഓഫ് ദ ഫസ്റ്റ് സച്ച് അറ്റംപ്റ്റ് വാസ് ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കോഡ് ഫോർ ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവേണൻസ് നടപ്പിലാക്കാനുള്ള ആദ്യത്തെ കമ്മിറ്റി എന്നുള്ളത് ചെയർമാൻ രാഹുൽ ബജാജ് എന്നുള്ള വ്യക്തി ചെയർമാനായിട്ടുള്ള ലീഡിംഗ് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് ആയിട്ടുള്ള രാഹുൽ ബജാജ് എന്നുള്ള വ്യക്തി ചെയർമാനായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ആ കമ്മിറ്റി ഫോം ചെയ്തത് 1996 അതിൻ്റെ കമ്മിറ്റി കോഡ് എന്നുള്ളത് ഏപ്രിൽ 1998 അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം സെബി 2 കമ്മിറ്റികളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കുമാർ മംഗളം ബിർള കമ്മിറ്റിയും സെക്കൻഡ് എന്നുള്ളത് നാരായണമൂർത്തി കമ്മിറ്റിയുമാണ്. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയം ഇന്ത്യയിൽ ഉടലെടുക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് 1992 കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഹർഷ മേത്ത സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമാണ്. ഹർഷ മേത്ത എന്നുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള സ്കാൻഡൽ, ബാങ്കുകളെയും മറ്റും വഞ്ചിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ വിജയ് മല്യ, ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ വിജയ് മല്യ, നീരവ് മോഡി, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇവരുടെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള കോർപ്പറേറ്റ് വഞ്ചനകൾ, ഇതിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ സെബി എന്നുള്ള അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് കമ്മിറ്റി ഡെവലപ്പ് ചെയ്തതും. ആ കമ്മിറ്റി എന്നുള്ളതിൻ്റെ ഹെഡ് എന്നുള്ളത് ഫസ്റ്റ് കമ്മിറ്റി എന്നുള്ളത് രാഹുൽ ബജാജ് കമ്മിറ്റിയാണ്. ആ രാഹുൽ ബജാജ് എന്നുള്ളത് ലീഡിംഗ് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് ആണ്. ആ രാഹുൽ ബജാജ് കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കോഡ് ഡെവലപ്പ് ചെയ്തത്, ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം 1996 ആ കമ്മിറ്റി ഫോം ചെയ്യുകയും 98 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം 2 കമ്മിറ്റികളെ സെബി ഡെവലപ്പ് ചെയ്തു. ഒന്ന് കുമാർ മംഗളം ബിർള കമ്മിറ്റിയും നാരായണമൂർത്തി കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസും അതിൻ്റെ പ്രാധാന്യവും. എന്തിനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത്? കോർപ്പറേറ്റ് സ്കാംസുകളെ അവോയ്ഡ് ചെയ്യാൻ, ഏറ്റവും വലിയ സ്കാമായിട്ടുള്ള ഹർഷ മേത്ത സ്കാൻഡൽ, അതിനൊക്കെ അവോയ്ഡ് ചെയ്തത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അതിനൊക്കെ ഇനി തുടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൈഡ് സ്പ്രെഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ, ഗ്രേറ്റർ എക്സ്പെക്റ്റേഷൻസ് ഓഫ് സൊസൈറ്റി ഓഫ് ദ കോർപ്പറേറ്റ് സെക്ടർ, ടേക്ക് ഓവർ ആൻഡ് മെർജേഴ്സ്,
ഹ്യൂജ് ഇൻക്രീസ് ഇൻ മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ, പിന്നെ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സെബി ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എത്രയാണ്? കോർപ്പറേറ്റ് സ്കാംസിനെ അവോയ്ഡ് ചെയ്യുക, വൈഡ് സ്പ്രെഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ചേഞ്ചിങ് ഓണർഷിപ്പ് സ്ട്രക്ചർ, ടേക്ക് ഓവർ ആൻഡ് മെർജേഴ്സ്, ഹ്യൂജ് ഇൻക്രീസ് ഇൻ മാനേജ്മെൻറ്റ് കോമ്പൻസേഷൻ, ഗ്രേറ്റർ എക്സ്പെക്ടേഷൻസ് ഓഫ് സൊസൈറ്റി, ഗ്ലോബലൈസേഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സെബി ഗൈഡ് ലൈൻസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. 5 ഒബ്ജക്റ്റീവ്സാണ് കോർപ്പറേറ്റ് ഗവേണൻസിലുള്ളത്. ഒന്ന് ട്രാൻസ്പെറൻസി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ, രണ്ടാമത്തേത് അക്കൗണ്ടബിലിറ്റി, മൂന്നാമത്തേത് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, നാലാമത്തേത് സെൽഫ് ഇവാലുവേഷൻ, അഞ്ചാമത്തേത് ഇൻക്രീസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പോൾ 5 ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ 9 പ്രാധാന്യവും, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസും നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. എല്ലാവരും ഇതിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.